Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 7th ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഡിബഞ്ചർ എന്നുള്ളത് പഠിക്കുക, മീനിങ് ഓഫ് ഡിബഞ്ചർ നോട്ട് ചെയ്യുക. അതേപോലെ ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബോണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിനെ പോലെ തന്നെ ഒരു ഡെറ്റ് അക്നോളജ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ സീലോട് കൂടിയിട്ട് ഒരു കടപ്പത്രം തന്നെയാണ് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതൊരിക്കലും പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ആൾക്കാർക്ക് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്നും പ്രീ ഡിറ്റർമിൻഡ് അല്ല. പക്ഷേ ഡിബഞ്ചറിന്റെ കേസിൽ എന്താണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഇന്ത്യയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ബോണ്ട് ഡിബഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ. ബോണ്ട് പക്ഷെ ഒരു സെക്യൂർഡ് ഡിബഞ്ചർ ആണ്. അതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഡിബഞ്ചർ എങ്ങനെയാണ്? അൺസെക്യൂർഡ് ആണ്, ഡസ് നോട്ട് ബിക്കം എ ബോണ്ട്. ഒരു ഡിബഞ്ചർ അൺസെക്യൂർഡ് ആയതുകൊണ്ട് അതൊരു ബോണ്ടായി മാറില്ല. അപ്പൊ ഡിബഞ്ചേഴ്സ് യൂഷ്വലി ഇഷ്യൂ ചെയ്യുന്നത് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ബോണ്ട്സ് ജനറലി ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റും സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടത് ബോണ്ട് ചിലപ്പോൾ ചോദിക്കാം, കാരണം അല്ലെങ്കിൽ ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഡിഫറൻസ് എന്തായാലും നോട്ട് ചെയ്യുക, ബോണ്ടും ഡിബഞ്ചറും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ബോണ്ട് എന്താ ചോദിച്ചാൽ ഈ ഒരു 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിബഞ്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നോക്കുക. ഡിഫറൻസ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു 6 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനിൽ നമുക്കത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ചോദിക്കാത്ത ഈ ഒരു പോർഷന് ചോദിക്കാത്തതാണ് ചാർജ് എന്താണെന്നുള്ളത്. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് ആണ്, പണയം വെക്കലാണ്. ഇറ്റ് മീൻസ് സെക്യൂറിങ് എ ലോൺ ബൈ എൻകംബറിങ് അസറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോൺസ്. എന്താണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് വെച്ചുകൊണ്ട് ലോണ് നമ്മൾ സെക്യൂർ ചെയ്യുക. അതിനെ തന്നെയാണ് എന്താ പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ഫിക്സഡ് ചാർജും ഫ്ലോട്ടിംഗ് ചാർജൊക്കെ ഉണ്ട്. സ്പെസിഫിക് അസറ്റിന്റെ മുകളിലാണ് പെർമനന്റ് നേച്ചർ ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി ഇതിൻ്റെയൊക്കെ മുകളിലാണ് ഫിക്സഡ് ചാർജ് ആണ്. ഇനി സ്പെസിഫിക് അസറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന അസറ്റിന് വേർതിരിച്ച് പറയാണ്ട് മൊത്തത്തിലൊരു അസറ്റിന്റെ മുകളിൽ ചെയ്യുമ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് ചാർജ് ആയിരിക്കും വരിക. അപ്പൊ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചോളാം. ഡിബഞ്ചറിന്റെ നേച്ചർ ചോദിച്ചിട്ടില്ല ഇതുവരെയ്ക്ക്, അപ്പോൾ ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, അപ്പോൾ 8 പോയിന്റോളം ഇവിടെ ഡിഫറൻസ് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതുവരെ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു പോർഷനാണ് ഇത് കേട്ടോ, കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് എല്ലാറ്റിൻ്റെയും ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ചോദിച്ചത് രജിസ്റ്റേർഡും അതുപോലെ ബെയർ ഡിബഞ്ചർ എന്താണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞു. പിന്നെ സെക്യൂരിറ്റിയുടെ ബേസിസ് സെക്യൂർഡ് അൺസെക്യൂർഡ് ആണ് ഇപ്പോൾ ചോദിക്കാത്തത്. നേക്കഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ചോദിച്ചിട്ടില്ല ഇതുവരെയ്ക്ക്. പിന്നെ ചോദിച്ചത് റെഡീമബിളും ഇറെഡീമബിളും ആയിരുന്നു. അതേപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റിയും ചോദിച്ചു. അങ്ങനെ ശരിക്കും ഇതിൽ 3 ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്താണ് അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ എന്താണ്, ഇതുവരെയ്ക്ക് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞു. ചോദിക്കാത്തത് ഇനി ഏത് മാത്രമേ ഉള്ളൂ, ഈ സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചർ എന്താണ്. ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇതിലൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ ഇതാണ് ഇതുവരെ ചോദിക്കാത്തത്. അപ്പൊ ഒരു പക്ഷെ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട് ഈ ഒരു പോയിന്റിന്. അല്ലെങ്കിൽ ഇപ്പൊ ഷെയറിലേക്ക് അവർ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൾക്കാരൊന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് അന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി ഇതില് ഡിബഞ്ചർ വിത്ത് പാരി പസു ക്ലോസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെ പകരമായിട്ടാണ്? ക്യാഷിന് ചെയ്യാറുണ്ട്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഉണ്ട്, ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. ഇനി ഫ്രം ദ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. നമ്മൾ ഷെയർ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെയാണ് ഡിബഞ്ചർ. പ്രത്യേകിച്ച് വേറെ ഒരു ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഒന്നും അവിടെ പഠിക്കാനില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡിബഞ്ചേഴ്സിന്റെ ഒക്കെ ഒരു പ്രോബ്ലം മാത്രമാണ് ഇനി ഇവിടെ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ എന്താണ്, പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് വാല്യൂ നോമിനൽ വാല്യൂവിനെക്കാട്ടിലും അധികം രൂപയ്ക്ക് ചാർജ് ചെയ്യാം, സെയിം ആണ്. ഇതാണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻസ്റ്റാൾമെന്റ്സ്. ഇതിൽ 7 എൻട്രി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. സോറി 6 എൻട്രി. അപ്പോൾ അതിൽ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി, ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ സെയിം തന്നെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ ഷെയറിൽ പഠിച്ചത്. ഇവിടെ ആകുമ്പോൾ ആ വേർഡ് ഒന്ന് മാറി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആയി. അതിന് ശേഷം അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിബഞ്ചറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഷെയറിൽ എന്താ ചെയ്യുക, ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് കൊടുക്കും. അതിന് പകരം വരുന്ന എൻട്രിയാണ് ഇത്. ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഇതാണ് നമ്മളോട് കൊടുക്കുക. ഇവിടെ ഡിബഞ്ചർ അലോട്ട്മെന്റ് ടു ഡിബഞ്ചേഴ്സ് ആണ് വരുന്നത്. ഇനി ആ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്, അവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് കാണിക്കും. ഓക്കെ. ഇനി കോൾ വിളിക്കുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ഇവിടെ ഡിബഞ്ചർ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി ആ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്, മറ്റവിടെ ഷെയർ കോൾ എന്നല്ലേ കാണിക്കാം. അപ്പോൾ 6 എൻട്രി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഷെയർ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അവിടെയൊക്കെ എവിടെയും മാറ്റം വരും. ഷെയർ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ ഷെയർ ക്യാപിറ്റലിന് ഡിബഞ്ചർ ആണ് കാണിക്കുന്നത്, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൽ പാറ്, പ്രീമിയം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ ചോദ്യം വരാം, ആപ്ലിക്കേഷൻ ലംസമായിട്ട് വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി എന്നൊക്കെ, അങ്ങനെയൊക്കെ ചോദ്യം വരാം. 2 മാർക്കിനോ ഒക്കെ 5 മാർക്കിനോ. അപ്പോൾ അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഒപ്പമാണ് നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയും അത് ആപ്ലിക്കേഷനൊപ്പം റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഫസ്റ്റ് എൻട്രി തന്നെയാണ്. പ്ലസ് അതിൻ്റെ ഒപ്പം എന്തും കൂടി വരും, സെക്യൂരിറ്റീസ് പ്രീമിയം, റിസർവ്. കാരണം പ്രീമിയത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ റിസർവ് കൂടിയിട്ടാണ് തേർഡ് എൻട്രിയിൽ കാണിക്കേണ്ടത്. ഇനി പ്രീമിയം ഈസ് ഡ്യൂ, അത് ഡ്യൂ ആവുമ്പോഴുള്ള ജേർണൽ എൻട്രി ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ഇങ്ങനെയാണ് വരിക. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ്, അലോട്ട്മെന്റ് എന്നാണല്ലോ ഈ പൈസ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അത് മാത്രമേ അവിടെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, ഡിബഞ്ചർ സെറ്റ് പ്രീമിയം. അപ്പോൾ ഈ 3 എൻട്രി പ്രീമിയത്തിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 3 എൻട്രി പാസ് ചെയ്യും. ആദ്യം നമ്മൾ കാണിക്കുന്ന എൻട്രി ഇതാണ്. രണ്ടാമത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ കളക്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി, അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി, ഇങ്ങനെ 3 എണ്ണം വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇത്. അപ്പോൾ ഈ എൻട്രികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഡിബഞ്ചറും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എത്ര രൂപയാണ് അലോട്ട്മെന്റ് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ തന്നിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് അവിടെ ചോദിക്കാം. ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാറും പ്രീമിയോ ഡിസ്കൗണ്ട് ഏതെങ്കിലും ഒന്ന്, ഡിസ്കൗണ്ടിന്റെ ഇതേപോലെ 2 എൻട്രി വരുന്നുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ആ തിയറി പോർഷൻ ഞാൻ പറഞ്ഞതും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലംസുമാണ്. പിന്നെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഉള്ളതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രം നോക്കുക. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് റിഡംഷൻ ആണ്. എന്തൊക്കെയാണ് റിഡീം ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. റിഡീം ചെയ്യുമ്പോൾ പാറിന് ഇഷ്യൂ ചെയ്തു, പാറിന് തന്നെ റിഡീം ചെയ്തു. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന പാറിനാണ്. അതായത് ഇവിടെ 3 എണ്ണം വരും, പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. ഇതെല്ലാം ഇഷ്യൂ ആണ്. ഇതെല്ലാം എന്താണ്, റിഡംഷൻ ആണ്. അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ, റെഡീമബിൾ. 3 എണ്ണവും 3 കേസിൽ റിഡീം ചെയ്ത് പാറിലായിരിക്കും. രണ്ടാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് പാറാണ്, പക്ഷെ റെഡീമബിൾ അറ്റ് പ്രീമിയം ആണ്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നു, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഓക്കെ, ഇതാണ് ആ കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ ഇതുവരെ നമുക്ക് ഡിബഞ്ചറിനൊന്നും പ്രത്യേകിച്ച് ചോദിച്ചില്ല. ആ ഒരു തിയറി പാർട്ടും പിന്നെ ഒരു ക്വസ്റ്റ്യനും മാത്രമാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം പറഞ്ഞാൽ, ഒന്ന് ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ ആണ്. രണ്ടാമത് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിന് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡീം ചെയ്ത ഡിബഞ്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കാൻ പറ്റും. ഓക്കെ, ഡിബഞ്ചർ പാറിന് ഇഷ്യൂ ചെയ്തിട്ട് റെഡീം ചെയ്തതും പാറിനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത് റെഡീം ചെയ്യുന്ന പാറിനാണെങ്കിലൊക്കെ ജേർണൽ എൻട്രി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നുണ്ട്.
പിന്നെ എന്താണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്നൊക്കെ ചോദിക്കാം. ഇതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ സബ് ഹെഡ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി എന്നുള്ളതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെയാണ് ഇത് കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നൊരു ജേണൽ എൻട്രി ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഡിബഞ്ചറിന് ആ ഒരു തിയറി പാർട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ടൈപ്പുള്ള പ്രോബ്ലംസ് ഒക്കെയാണ്. ജസ്റ്റ് ഇഷ്യൂ ചെയ്ത് ഇങ്ങനെയാണെന്നുള്ളതും റിഡീം ചെയ്യേണ്ടത് ആ ഒരു പെർസെൻറ്റേജിന്റെ ബേസിലൊക്കെയാണ്. അപ്പോൾ ഇതിൽ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു 7 ഡിബഞ്ചേഴ്സ്, ആദ്യ ഡിബഞ്ചർ പാറിന് ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് 5% ഡിസ്കൗണ്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി ഇവിടെ ബാങ്ക് അക്കൗണ്ട് എറ്റർ. നോർമൽ എൻട്രിയിൽ ഇത് മാത്രമേ വരുള്ളൂ. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് കാണിക്കുക, പ്രീമിയം ആണെങ്കിൽ ക്രെഡിറ്റിലാണ് കാണിക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ പാറിന് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ ഇത് മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിക്കണം എന്നുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്യും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറിന് ചെയ്തിട്ട് പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിന് റീപേ ചെയ്യുന്നു. അപ്പോൾ ആ എൻട്രികൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് തിയറി പാർട്ടിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒന്നില്ലെങ്കിൽ ഷെയറിന്റെ പോലെ ഡിബഞ്ചർ ഇഷ്യൂ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അതിന് റിഡംഷൻ ആണ് ചോദിക്കുക. ഇതിനാണ് നല്ലൊരു ചാൻസ് കൂടുതൽ. പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി ഈ ഒരു നാലെണ്ണം പഠിച്ചു വെക്കേണ്ടി വരും. 4 പോയിന്റ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാതെ മാത്രമേ ഉള്ളൂ. ഇതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ തിയറി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ ജസ്റ്റ് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ജേണൽ എൻട്രി വരിക എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, പക്ഷെ ഫൈനൽ അക്കൗണ്ട് നമ്മുടെ 10 മാർക്കിന് എസ് എ ക്വസ്റ്റ്യനിലൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എസ് എയിൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണതും അതിൻ്റെ റിഡംഷനും ആയിരിക്കും ചാൻസ് കൂടുതലുള്ളത്. ഇത്ര മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീണ്ടും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കിട്ടും. അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടിൻ്റെ മാത്രമായിട്ട് വീഡിയോസ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഓരോ പ്രോബ്ലം അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ അത് ഓരോ പ്രോബ്ലം വൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, ഈ വർഷം ചോദിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഒന്നും കൂടി പഠിക്കണം. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും കാണുക. അതേപോലെ തന്നെ ഇനി മാക്സിമം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസും കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ച് നല്ല രീതിയിൽ തന്നെ എക്സാമൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.